ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് നല്ല കുറുകിയ ചാറോട് കൂടി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻകറിൻ്റെ റെസിപ്പി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനായി ഞാനൊരു 4 മീഡിയം സൈസ് തക്കാളി, അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച്, ഈ സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക, അതായിരിക്കും കുറച്ചും കൂടി കറിക്ക് ടേസ്റ്റ്. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടി, ഇത് രണ്ടും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത്, ഈ സമയത്ത് ഫ്ലെയിമിൽ ലോയിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോവും. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരൊന്ന് ഇളക്കുക. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഈ അരച്ച് വെച്ച് മിക്സാക്കിയതിന് ശേഷം ഒരു 5-6 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ കറിയിലേക്ക് ഒഴിക്കുന്നത് വാളംപുളിയാണ്. ഈ സമയത്ത് കുടംപുളിയും കാട്ടിയും ഈ കറിക്ക് ടേസ്റ്റ് വാളംപുളിയാണ്. അതുകൊണ്ട് ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് അത് പിഴിഞ്ഞ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. എന്നിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം കൂടി ഈ സമയത്ത് ഒഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പുട്ടിനായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചത്. കുറച്ച് കുറുകിയ ചാറ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സാക്കി ഇളക്കിയതിന് ശേഷം ഒരു 5-6 മിനിറ്റോളൊന്ന് കറി വേവിച്ചെടുക്കുക. ഒരു 2-3 തിള വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. കറിയെല്ലാം ഒന്ന് തിളവന്ന് ഒന്ന് കുറുകി വന്നതിന് ശേഷം ഞാനിതിലേക്ക് അയിലയാണ് ഇടുന്നത്. മീനിട്ടതിന് ശേഷം സ്പൂണ് കൊണ്ടൊന്ന് കറി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 7-8 മിനിറ്റോളൊന്ന് കറി വേവിച്ചെടുക്കുക. മീനെല്ലാം ഒന്ന് വെന്ത് കറിയെല്ലാം ഒന്ന് കുറുകി വരുന്നവരൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ നോക്കുക, കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിയെല്ലാം ഒന്ന് കുറുകി സെറ്റായി മീനെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് മേലെ തൂക്കിക്കൊടുത്ത്, അതിനുശേഷം ഞാനിതിലേക്ക് ഇടുന്നത് കുറച്ച് ഉലുവപ്പൊടിയാണ്. ഒരു 1/4 സ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് നല്ലൊരു സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഉലുവപ്പൊടി ഇടുന്നത്. എന്നിട്ട് കറിയെല്ലാം ഒന്ന് വറ്റി നമുക്ക് എത്രയാണോ ചാറ് ആവശ്യം അതിനനുസരിച്ച് കറി ഒന്ന് കുറുകി വന്നാൽ തീ ഓഫ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള അയിലക്കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണ്. ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. പുട്ടിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. താങ്ക് യു ഡിയേഴ്സ്.